അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ലോസ്റ്റ് ഡോഗിനെ കുറിച്ച് മാത്രമല്ല. ലോസ്റ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു, ഒരു ടോക്കൺ വന്നു. അതെന്ന് വെച്ചാൽ ഒരു പ്രയോജനം ഇല്ലായിരുന്നു. ഇപ്പോൾ 2000 ടോക്കൺ കിട്ടിയാലും 1000 ടോക്കൺ കിട്ടിയാലും 1000 ടോക്കൺ ഇപ്പം ബിറ്റ്കറ്റിൽ അങ്ങനെ വിഡ്രോ ചെയ്തവർക്കായാലും 20 സെൻറ്റ് അങ്ങോട്ട് വാല്യൂ ഉള്ളൂ. ഇപ്പോൾ ബിറ്റ്കറ്റിലൊന്നും അക്കൗണ്ട് ഇല്ലാത്തവരുടെ അതിൽ 1000 ടോക്കൺ ഉണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ക്ലെയിം ചെയ്യരുത്. നിങ്ങളുടെ വെറുതെ അത്രയും ടോണിൻ്റെ ആ ഒരു ഫീയും പോവും. ഈ ഒരു ഇത്ര ഒരു വാല്യൂ ഉള്ള ഒന്നും മേടിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ആ ബിറ്റ്കറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും എക്സ്ചേഞ്ച് ലിസ്റ്റ് ആകുമ്പോൾ അവിടെ പോയി മേടിക്കുക. ഇത്ര റിസ്ക് ഒന്നുമില്ല. അല്ല ഒന്നും ഇതൊന്നും പോയി നിങ്ങൾ ക്ലെയിം ചെയ്യാനൊന്നും നിൽക്കരുത്. ഈ ടെലിഗ്രാമിൻ്റെ മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ടെലിഗ്രാം ബോട്ടുകൾ ആദ്യം തൊട്ട് നമുക്ക് പറയാം. 2024 ഡോഗ്സും നോട്ടും ഇറങ്ങി. ആ 2 പ്രൊജക്റ്റുകളും അധികം നമുക്ക് പണമൊന്നും മുടക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഏണിങ് തന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു 3 മാസത്തിൽ താഴെ തന്നെ അത് പെട്ടെന്ന് ലിസ്റ്റുമായി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൈസയും കിട്ടി. അതിനുശേഷം വന്നത് അമസ്റ്റർ ആയിരുന്നു. അമസ്റ്റർ നോട്ട് കോയിന് ശേഷമാണ് അമസ്റ്ററിൻ്റെ വന്നത്. പക്ഷേ അത് പിന്നെ ഡോഗ്സും കഴിഞ്ഞാണ് ലിസ്റ്റ് ആയത്. അതെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ള അതിൽ മാക്സിമം ടോണോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെന്ന് വെച്ചാൽ അത് ഈ വലിയ റിവാർഡ് കൊടുത്ത വലിയ ഇൻഫ്ലുവൻസർക്ക് മാത്രമേ ഉള്ളൂ. യൂട്യൂബും അങ്ങനെ വീഡിയോ ഒക്കെ ഇതിനെക്കുറിച്ച് ഇടുന്നവർക്ക് മാത്രം വലിയ കിട്ടുക. അപ്പോൾ ഇതൊക്കെ പാടാണെന്ന് വെച്ചാൽ ഒരു പാടുമില്ല. ഒരു വീഡിയോ എടുത്ത് അപ്പോൾ അമസ്റ്റർ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടാൽ നമുക്കും കുറച്ച് റഫറൽ കിട്ടുമായിരിക്കും. അറിയില്ല, എൻ്റെ ചാനൽ ഇതുകൊണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പരിപാടി വേണ്ട. നമ്മൾ എന്തെങ്കിലും റഫറൽ ഇല്ലാതൊക്കെയുള്ളൂ ഇങ്ങനെ വേസ്റ്റ് പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കത്തുള്ളൂ. ഇപ്പം ഞാൻ കണ്ടത് വെച്ചാൽ അത്യാവശ്യം ഒരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ബനാന, അതായത് പീൽസ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ റഫറിനൊന്നും വലിയ ഒരു ഇതില്ല. മറ്റുള്ള ബ്ലം ആയിക്കോട്ടെ, ഡബ്ല്യൂ കോയിൻ ആയിക്കോട്ടെ, ഇപ്പം ഏറ്റവും വേസ്റ്റായിട്ടുള്ള ഒരെണ്ണം വന്നായിരുന്നു ടോമ. അതെന്ന് വെച്ചാൽ ബിറ്റ്കറ്റ് എന്ന എക്സ്ചേഞ്ചാണ് അവരെ പ്രൊമോട്ട് ചെയ്തത്. അവരതിനകത്ത് ആ ബിറ്റ്കറ്റ് ആ ഒരു ടോമയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ വില ഇങ്ങനെ ആ ഒരു ഇതായിട്ടിട്ട് 0.065 വന്ന് അതും. അപ്പോൾ ആളുകളെല്ലാം വന്നിട്ട് വീണ്ടും അതിൽ കൊണ്ട് പൈസ കളഞ്ഞു. ഈ ഒരു ടോമ കിട്ടും, ഇത് പൈസ മുടക്കിയാൽ ഇത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ട് പൈസ മുടക്കിയിട്ട് ആ ഒരു പൈസ പോലും തിരിച്ച് കിട്ടിയില്ല. എത്ര കാശ് മുടക്കി അതുപോലും തിരിച്ച് കിട്ടിയില്ല. അത് വളരെ വലിയൊരു സ്കാമായിരുന്നു ടോമ. അത് വലിയ ഇൻഫ്ലുവൻസർമാർക്കെല്ലായിട്ട് കിട്ടി. അവർക്ക് അതിനെക്കാട്ടി നല്ല രീതിയിൽ എമൗണ്ട് കിട്ടി. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളെയൊക്കെ കൂടുതൽ ഈ അൺലിമിറ്റഡ് റഫറലുള്ള ഒരു പ്രൊജക്റ്റിലൊന്നും കൂടുതൽ നമ്മൾ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതുകൂടെ റഫറൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറേ ആക്ടിവേറ്റായി അല്ലെങ്കിൽ ഇപ്പം മൊത്തം ടെലിഗ്രാമിൻ്റെ മൊത്തം പ്രൊജക്റ്റുകൾ മാക്സിമം ആളുകളുടെ ഇങ്ങനെ പണം മേടിക്കുക. അതേ ഉള്ളൂ. നിങ്ങളുടെ വെറുതെ സമയമൊന്നും കളയരുത്. ഇനി 2025 പുതിയതായിട്ട് ഏതെങ്കിലുമൊക്കെ ബോട്ടുണ്ട്, പഴയ ബോട്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ തുടരുക. ഞാനിപ്പോൾ ബനാന പീൽസ് എന്നുള്ളത് അത് കുറേ നാളുകൊണ്ട് ചെയ്യുന്നതാണ്. അതെന്ന് വെച്ചാൽ റഫറലില്ല. പിന്നെ അത് ഇച്ചിരി ആ ഒരു ടാപ്പ് ചെയ്തെടുക്കാൻ പാടാണ്. 2 കൈ കൊണ്ടൊന്നും ടാപ്പ് ചെയ്താൽ മതി. ഒറ്റ ഒരു ഇതുകൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഇത് പറയുന്നത്. അത് മാക്സിമം ഏൺ ചെയ്താൽ മാക്സിമം നമുക്ക് എന്തെങ്കിലും കിട്ടും. എന്ന് വെച്ചാൽ അത് റഫറലിൻ്റെ ഒരു ലിമിറ്റഡ് ആണ്, അത് കഴിഞ്ഞാലില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെയൊന്നും ആരും ഇതും ചെയ്യത്തില്ല. അങ്ങനെയുള്ള പ്രൊജക്റ്റിനെയൊന്നും ആരും ഒന്നും അതിനെക്കുറിച്ചൊന്നും വീഡിയോ ഒന്നും ഇടില്ല. എന്ന് വെച്ചാൽ അതിനെ ഞാൻ പൊക്കി പറയൊന്നുമില്ല. അത് നാളെ വന്നിട്ട് നിങ്ങൾ അത്രയും ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലാതെ വരും. അപ്പോൾ ടെലിഗ്രാമിൽ മിക്ക പ്രൊജക്റ്റുകളും ഇതുകൊണ്ട് ഇപ്പം ലോസ്റ്റ് ഡോഗ് ആയിക്കോട്ടെ, ഇതൊരു വലിയൊരു സ്കാമെന്ന് പറയാം. എന്ന് വെച്ചാൽ നോട്ട് കോയിൻ്റെ ബാക്കപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നൊരു പ്രൊജക്റ്റാണ്. നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ യൂസേഴ്സ് അത്രയും സമയം പോയില്ലേ, അതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റ് നെറ്റ്, അതൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. ടെസ്റ്റ് നെറ്റ് ഉണ്ട്, അതിൽ സോഷ്യൽ ടാസ്കുകൾ അങ്ങനെയൊക്കെ ചെയ്തുള്ള ഡ്രോപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുക. അതെന്ന് വെച്ചാൽ ഇച്ചിരി പാടായിരിക്കും. ചിലപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ കയറാൻ പാട്. അങ്ങനെ വരുമ്പോൾ ആളുകളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ ആളുകൾ നോക്കില്ല. പക്ഷേ അതിനൊക്കെ നല്ല രീതിയിൽ റിവാർഡ് കിട്ടും. ഇതിലെന്ന് വെച്ചാൽ നമ്മളൊരു 10 പ്രൊജക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരെണ്ണം വല്ലതും കഷ്ടകാലത്തിന് എന്തെങ്കിലും കിട്ടിയെന്നിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വർഷം ഈ ടെലിഗ്രാമിൻ്റെ പുതിയതായിട്ടുള്ള ബോട്ടുകളൊക്കെ പലതും വരും. മാക്സിമം നിങ്ങൾ കൂടുതൽ സമയമൊന്നും അതിൽ വേസ്റ്റ് ആക്കരുത്. പലരും വീഡിയോ ഒക്കെ ഇടും, ഇത് നല്ലതാണ് അങ്ങനെ പറഞ്ഞ്. നിങ്ങൾ വെറുതെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റഫറൽ വേണം, അല്ലെങ്കിൽ ഒരു സ്പെയർ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ ഒരു വിധമെങ്കിലും നോക്കാം. എന്നാലും പറ്റത്തില്ല, കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ടെലിഗ്രാമിൽ കൂടുതലൊന്നും ഫോക്കസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്നും നോക്കാതിരിക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറുക. വെറുതെ സമയം കളഞ്ഞിട്ട് അവസാനം ഒന്നും കിട്ടാതിരിക്കാൻ നമ്മൾ വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നമ്മൾ ആ ഒരു ബനാന അതിനെക്കുറിച്ചെന്ന് വെച്ചാൽ ഈ റഫറൽ ലിമിറ്റ് അങ്ങനെയുള്ള നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പറയും. അതുകൊണ്ട് പലരും പറയുന്ന പൊട്ട പ്രൊജക്റ്റുകൾ ഈ ഒരു ടെലിഗ്രാമിൻ്റെ പുതിയ ബോട്ടുകളെയൊക്കെ കയറുമ്പോൾ 2 വട്ടം ആലോചിക്കുക. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ ബ്ലം തന്നെ അതല്ലേ, ആളുകളെ ഇത്രയും ഫാം ചെയ്തിട്ട് അവർ ആ ഒരു ടോക്കൺ ഇറക്കുന്നില്ല. ഓക്കെ, ഇത്രയും സമയമായില്ലേ, അപ്പോൾ ആലോചിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ടെലിഗ്രാമിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ. അപ്പോൾ പലരും പറയും ടെലിഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ ഇടും. ചിലപ്പം നിങ്ങളതിൽ കയറും, അവർക്ക് ആ റഫറിൽ അവർക്ക് നല്ല ഏണിങ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു കഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നോക്കുക, നമ്മളെ മാക്സിമം ഫാം ചെയ്യാനാണ് അവരിയ്ക്കുന്നത് ടെലിഗ്രാമിൻ്റെ ബോട്ടുകളെല്ലാം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിൽ നിങ്ങൾ ഇത്രയും സമയം കളഞ്ഞിട്ട് ഈ ലോസ്റ്റ് ഡോഗ്സിലൊക്കെ എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല, ഒരു കാര്യമില്ല. ഇതിപ്പോൾ അവിടെ പോയി നമുക്ക് ഈ ഒരു ടോക്കൺ മേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.